check whether x bar is sufficient for mu and s square is sufficient for sigma square. The next question next part s square is sufficient for sigma square when samples are taken from normal population n mu sigma. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അതായത് നോർമൽ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പം എക്സ് ബാർ സഫിഷ്യൻറ്റ് ഫോർ മ്യൂ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? മ്യൂ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം? ഫസ്റ്റ് വൺ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് മ്യൂ എന്നും സെക്കൻഡ് വൺ ഇസ് എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മ്യൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാണ് ആദ്യത്തെ കേസിൽ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ആ പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്താണ്? നോർമൽ പോപ്പുലേഷനാണ്, അല്ലേ? അപ്പോൾ നോർമൽ പോപ്പുലേഷൻ്റെ PDF ആദ്യം എഴുതാം. PDF ഓഫ് നോർമൽ പോപ്പുലേഷൻ എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാരാമീറ്ററും കൂടെ എഴുതുന്ന ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ മ്യൂ കോമ സിഗ്മ, എഫ് ഓഫ് എക്സ് കോമ മ്യൂ കോമ സിഗ്മ എന്ന് എഴുതി. അതിൻ്റെ PDF ആണ് നമ്മൾ എഴുതുന്നത്. നോർമലിൻ്റെ PDF എന്തായിരുന്നു? 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. എക്സിൻ്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, മ്യൂവിൻ്റെ റേഞ്ചും മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി, സിഗ്മ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതൊക്കെ അടങ്ങിയതാണ് അതിൻ്റെ PDF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ PDF ഉള്ള ഒരു നോർമൽ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എക്സ്റ്റിമേറ്റേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ മ്യൂ അറിയുന്നുണ്ടാവില്ല, മ്യൂ വാസ് അൺനോൺ. അപ്പോൾ നാളാണ് നമ്മൾ സാമ്പിൾ എടുത്തിട്ടാണ് എക്സ് ബാർ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിൾ നമ്മൾ എവിടെ നിന്ന് എടുത്തു? നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മയെന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പിൾ എടുത്തു. സാമ്പിൾ എടുത്ത ശേഷം സാമ്പിളിൻ്റെ ഓരോ ഒബ്സർവേഷനും നമുക്കിപ്പോൾ അതറിയാം. സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻ്റെയും PDF എന്താണ്? നോർമൽ PDF ആണ്, കാരണം ഇവർ പാരൻറ്റ് പോപ്പുലേഷൻ നോർമലാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് x1 കോമ മ്യൂ കോമ സിഗ്മ എന്താണ്? 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് ഇവിടെ x1 വരും, x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ബാക്കി ഒന്നിനും മാറ്റില്ല, മ്യൂവും സിഗ്മയുമായിരിക്കും അവരുടെയും പാരാമീറ്റേഴ്സ്. അതുമാതിരി വാട്ട് ഈസ് എഫ് ഓഫ് x2 കോമ മ്യൂ കോമ സിഗ്മ? x2വിൻ്റെ PDF എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ നോർമൽ 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എഫ് ഓഫ് xn കോമ മ്യൂ കോമ സിഗ്മ. വാട്ട് ഇസ് ഇറ്റ്? 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അതായത് നമ്മളിവിടെ ഓരോ സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനും PDF എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്? നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ആണ് നമുക്ക് എഴുതാൻ പോകുന്നത്, ഓഫ് ദി സാമ്പിൾ, അല്ലേ? അതെന്താണ്? L ഓഫ് x1 x2 എക്സെട്ര xn മ്യൂ കോമ സിഗ്മ ദറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സാമ്പിൾ ഒബ്സർവേഷനും PDFകളുടെ പ്രോഡക്റ്റാണ്. മ്യൂ കോമ സിഗ്മ എഫ് ഓഫ് x2 മ്യൂ കോമ സിഗ്മ എക്സെട്ര എഫ് ഓഫ് xn മ്യൂ കോമ സിഗ്മ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അതുമാതിരി അടുത്തത് 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. അങ്ങനെ x ഇൻറ്റു എക്സെട്ര 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഓരോ ടേമുകളെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ നോക്കൂ, 1/σ√2π 1/σ√2π അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോകണ്ട എല്ലാ ടേമിലും അല്ലേ. അതായത് 1/σ√2π എത്ര പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു? n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/σ√2π ഹോൾ റേസ് ടു n എഴുതാം അല്ലേ. പിന്നെയുള്ള ടേമുകളെല്ലാം ഇയുടെ പവറുകളാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² പ്ലസ് മൈനസ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2σ² എക്സെട്ര പ്ലസ് മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ². ഇങ്ങനെയുള്ള ടേമുകളാണ് പവറുകളിൽ ഇവരെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/σ√2π ഹോൾ റേസ് ടു n. ഇവിടെയുള്ള ടേമുകൾ നമുക്ക് ഒന്നായിട്ട് എഴുതാം. ദിസ് ഇസ് മൈനസ് ഓഫ് സമ്മേഷൻ കൊടുക്കുക. സമ്മേഷൻ i is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ² എന്ന് എഴുതി. എല്ലാത്തിനും കൂടി ഒന്നായിട്ട് സമ്മേഷൻ കൊടുത്തിട്ട് എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു? നമുക്ക് എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് L1 ഓഫ് എക്സ് ബാർ മ്യൂ എന്നൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ എക്സ് ബാർ കാണുന്നില്ല അല്ലേ, എക്സ് ബാർ ആയിട്ട് കാണുന്നില്ല. അപ്പം മുമ്പ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ നമുക്ക് σxi എന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ σxi നമ്മൾ n(x)ബാർ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ അവിടെ എക്സ് ബാറിനെ വരുത്തിച്ചു. പക്ഷേ ഈ കേസിൽ σxi എന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഒക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ബാർ വരുത്താനുള്ള വഴി എന്താണ്? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു മാറ്റം വരുത്തുകയാണ്. നമ്മൾ ഇങ്ങനെ എഴുതുന്നു 1/σ√2π ഹോൾ റേസ് ടു n അല്ലേ. ഇ റേസ് ടു മൈനസ് 1/2σ² ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. ഈ ടേം ഉണ്ടല്ലോ, ഈ സമ്മേഷൻ i is equal to 1 to n. ഇവിടെയുള്ള ടേം xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ് ടേം. അവിടെ ഞാൻ പതുക്കെ ഒരു എക്സ് ബാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു -x എന്ന് കൊടുത്തു. അപ്പോൾ ഒരു -x കൊടുത്താൽ ആകെ അത് മാറിയില്ലേ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? +x കൊടുത്തു. അപ്പോൾ ഞാൻ എക്സ് ബാർ വരുത്താൻ വേണ്ടി നടത്തിയ ഒരു സൂത്രമാണ് ഇപ്പോൾ അത് അല്ലേ. ഒരു എക്സ് ബാറിനെ -x +x എന്ന് അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് എക്സ് ബാർ വരുത്തി. നമുക്കിതിനെ ഒന്നും കൂടി ഇവിടേക്ക് എടുത്തിട്ട് എഴുതാം. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. L of x2 എക്സെട്ര xn മ്യൂ സിഗ്മേനെ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതിയത്? ദിസ് ഇസ് 1/σ√2π ഹോൾ റേസ് ടു n എന്നും ഇ റേസ് ടു മൈനസ് 1/2σ² സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ i is equal to 1 to n അല്ലേ. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിനെ ഞാൻ രണ്ട് ടേമുകളാക്കിയിട്ട് മാറ്റുകയാണ്. അതായത് xi മൈനസ് മ്യൂവിന് ഒരു ടേമും എക്സ് ബാർ മൈനസ് മ്യൂവിന് മറ്റൊരു ടേമും. അതായത് ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. അതിനിപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്ന രൂപമാണ്. അപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ മാറ്റാൻ പോകുന്നത്. ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/σ√2π ഹോൾ റേസ് ടു n ഇ റേസ് ടു മൈനസ് 1/2σ² സമ്മേഷൻ i is equal to 1 to n. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമുകളെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം a², അതായത് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഞാൻ അടുത്തത് +b² ആണ് കൊടുക്കാൻ പോകുന്നത്. എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു ഞാൻ എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു xi മൈനസ് എക്സ് ബാർ. ഇങ്ങനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ഒരു എക്സ് ബാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ -x ബാർ + x ബാർ. അതിനെ ഞാൻ xi മൈനസ് എക്സ് ബാറിന് ഒരൊറ്റ ടേമും എക്സ് ബാർ മൈനസ് മ്യൂവിനെ അടുത്ത ടേമുമായിട്ട് എടുത്തു. അപ്പം ഇത് ശരിക്കും ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കൂ. അപ്പോൾ അത് എയും ഇത് ബി എടുത്താൽ ദിസ് ഇസ് ആക്ച്വലി a + b ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്ക് a² കിട്ടി, ഇവിടെ b² കിട്ടി, പ്ലസ് 2ab അല്ലെങ്കിൽ 2ba എന്ന് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അതെന്തിനാണ് കാണിച്ചു തരാം, സമ്മേഷൻ കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ എഴുതിയത് അല്ലേ. അപ്പോൾ 2b × a എന്ന് എഴുതി. ഇനി ഞാൻ സമ്മേഷൻ എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. 1/σ√2π ഹോൾ റേസ് ടു n ഇ റേസ് ടു മൈനസ് 1/2σ². സമ്മേഷൻ എല്ലാ ടേമുകൾക്കും കൊടുക്കുന്നു. സമ്മേഷൻ i is equal to 1 to n
xi minus x bar whole square. Okay, plus അടുത്ത ടേമിന് സമ്മേഷൻ കൊടുക്കുന്നു. സമ്മേഷൻ I is equal to 1 to n x bar minus mu the whole square plus അടുത്ത ടേമിന് സമ്മേഷൻ കൊടുക്കുന്നു. അപ്പോൾ സമ്മേഷൻ കൊടുക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു കോൺസ്റ്റന്റ് ടേമാണ്. ഇതിൽ I ഉണ്ടോ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സമ്മേഷൻ കൊടുക്കുമ്പം ഇതിനിപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ സമ്മേഷൻ I is equal to 1 to n എന്ന് കൊടുത്ത് നമ്മൾ എന്താ ചെയ്യുക? a plus a n ടൈംസ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു n a എന്ന് നമ്മൾ എഴുതും. അതേപോലെ ഇവിടെ ഐ ഇല്ലാത്ത ടേമാണ്. ഇവിടെ എക്സ് ബാറും മ്യൂ ഒക്കെയാണ്, അതിൽ ഐ ഒന്നും ഇല്ല. അപ്പോൾ അയാളെ ഞാൻ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് എന്തായിട്ട് മാറും? n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. അതുമാതിരി ഇവിടെ ഐ കൊടുക്കണ്ട, ഐ ഉള്ള ടേമിന് മാത്രമല്ലേ സമ്മേഷൻ കൊടുക്കുള്ളൂ. ഇവിടെയാണ് ഐ ഉള്ളത്, ഇതാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂനെ ഞാൻ പുറത്തേക്ക് വെക്കുന്നു. സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതേ ചെയ്തിട്ടുള്ളൂ, എല്ലാവർക്കും സമ്മേഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by sigma root of 2 pi whole raised to n e raised to minus 1 by 2 sigma square. ഈ ടേം സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ശരിക്കും ഐ ഇല്ലാത്ത ടേമാണ്. കോൺസ്റ്റന്റ് ഐ ഇല്ലാത്ത ടേമാണ്. അപ്പോൾ I is equal to 1 to n എന്ന് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു അല്ലേ? പ്ലസ് ഈ ടേമിന് എന്ത് പറ്റും നോക്കാം. 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ കോൺസ്റ്റന്റ് ആണ്. സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ, അതായത് എർത്തമാറ്റിക് മീനിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ. ഇങ്ങനെ ഏതൊരു നമ്പറിനും അവരുടെ എർത്തമാറ്റിക് മീൻ മൈനസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാൻ വെച്ചാൽ ദ ആൻസർ വിൽ ബി 0. അപ്പോൾ ഈ ടേം എന്തായിപ്പോയി? ഈ ടേം 0 ആയിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 2 ടേമുകളെ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇനിയുള്ളൂ. അവരെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഞാൻ ആദ്യം എക്സ് ബാറും മ്യൂവും ഉള്ള ടേമിനെയാണ് ഞാൻ എടുത്തിട്ട് ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം ഏതാ ഞാൻ എഴുതാൻ പോകുന്നത്? ഇ റേസ് ടു മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അതാണ് എൻ്റെ ഫസ്റ്റ് ടേം. ഇത് കോൺസ്റ്റന്റ് അവിടെ ഇരുന്നോട്ടെ. 1 by സിഗ്മ റൂട്ട് ഓഫ് 2 pi ഹോൾ റേസ് ടു n ഇല്ല, ഇൻറ്റു അടുത്ത ടേം ഏതാണ്? ഈ ടേം ഇ റേസ് ടു മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഞാൻ എടുത്തെഴുതി. അപ്പം ഇതിന് ഞാൻ 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയ ശേഷം ഇപ്പം നോക്കുമ്പോൾ നോക്കൂ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ ഇതിൽ എക്സ് ബാറിൻ്റെയും മ്യൂവിൻ്റെയും ഒരു ഫംഗ്ഷൻ അല്ലേ? ആൻഡ് രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കൂ, ഈ സെറ്റിൽ എന്താണ്? മ്യൂ എന്ന് പറയുന്നത് വരുന്നുണ്ടോ? ഇവിടെ മ്യൂ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, മ്യൂ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് L1 ഓഫ് എക്സ് ബാർ കോമ മ്യൂ ഇൻറ്റു ഇതിനെന്തെഴുതാം? x1 x2 എക്സെട്ര അതിൻ്റെ ഫംഗ്ഷനാണ്. x1 x2 എക്സെട്ര x. അപ്പോൾ നമുക്ക് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റി. നമുക്ക് പറയാം ഫോർ എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എസ് സ്ക്വയർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി സാമ്പിൾ എടുത്ത് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനൊക്കെ എഴുതി ഞാനിത് ഇതുവരെ ഇവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്ത് ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം, അവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എഴുതിയത്? സിംപ്ലിഫൈ ചെയ്തിട്ട് L of x1 x2 എക്സെട്ര xn മ്യൂ കോമ സിഗ്മ എന്ന് കിട്ടി. ദറ്റ് ഈസ് ഈക്വൽ ടു 1 by സിഗ്മ റൂട്ട് ഓഫ് 2 pi ഹോൾ റേസ് ടു n ഇ റേസ് ടു മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ. നമ്മൾ ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതെന്താണ്? അതായത് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 by n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം? എൻ എസ് സ്ക്വയർ എന്ന് എഴുതാം
അല്ലേ? അപ്പോൾ ഇത് എസ് സ്ക്വയർ സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ ആണെന്ന് എനിക്ക് L1 എസ് സ്ക്വയർ കോമ സിഗ്മ സ്ക്വയർ എന്നും L2 x1 x2 എക്സെട്ര xn എന്നും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. ഇവിടെ സിഗ്മ ഇല്ലാത്തൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ഒരിക്കലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ സിഗ്മയുണ്ട്, ഇവിടെ സിഗ്മയുണ്ട്. Therefore എസ് സ്ക്വയർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ.